എല്ലാവർക്കും ബ്യൂട്ടി ഓഫ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വി ബോഡ്മാസ് എന്ന് പറയുന്ന ഒരു മാത്സ് ടെക്നിക്കാണ്. അതായത് പ്രോബ്ലംസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് വരും. ഒരേ പ്രോബ്ലത്തിൽ തന്നെ മൾട്ടിപ്പിൾ ഇക്വേഷൻസ് വരുമ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസിനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് ഉള്ളൊരു റൂളാണ് ഈ വി ബോഡ്മാസ് എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 9 + 90 / 9 - 8. ഇതിൽ പ്ലസ്, ഡിവിഷൻ, സബ്ട്രാക്ഷൻ ഇങ്ങനെ 3 ഓപ്പറേഷൻസ് ഒരു പ്രോബ്ലത്തിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. 10 - 2 × 6 - 3. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, വീണ്ടും ഒരു സബ്ട്രാക്ഷൻ വരുന്നുണ്ട്. എങ്ങനെ ഡീൽ ചെയ്യും? ഇതിനെക്കുറിച്ച് നമുക്ക് വി ബോഡ്മാസ് എന്ന് പറയുന്ന റൂൾ എന്താണെന്ന് നോക്കാം. ഇതിൽ വി എന്ന് പറയുന്നത് വിങ്കുലം അല്ലെങ്കിൽ ബാർ എന്ന് പറയും. അതായത് മുകളിലൊരു വരയുണ്ടാവും. അടുത്ത ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റിൽ ഇവിടെ മുകളിലത്തെ ക്വസ്റ്റ്യന് തന്നെ 6 - 3 ബ്രാക്കറ്റിലല്ലേ, അതുപോലെ ബ്രാക്കറ്റ്. പിന്നെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ അല്ലെങ്കിൽ അത് സ്ക്വയർ റൂട്ട്സ് അങ്ങനെയൊക്കെ വരില്ലേ. അതായത് ഒരു 4⁻² എന്ന് പറയുമ്പോൾ 2 അങ്ങനെയുള്ളതിനെ ഓപ്പറേഷൻസിനെയാണ് ഓർഡർ. ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡിഷൻ ആൻഡ് എസ് സബ്ട്രാക്ഷൻ. വി വിങ്കുലം, ബി ബ്രാക്കറ്റ്, ഒ ഓർഡർ, ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡിഷൻ, എസ് സബ്ട്രാക്ഷൻ. ഇതാണ് ചെയ്തു വരേണ്ട ഓർഡർ. ആദ്യം ബി, ഒരു പ്രോബ്ലത്തിൽ എല്ലാ ഇക്വേഷൻസും ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബി ഉള്ളതിനെ ഡീൽ ചെയ്യണം. പിന്നീട് ബീനെ ഓപ്പറേറ്റ് ചെയ്യണം. അതായത് ബ്രാക്കറ്റിൽ വരുന്ന കാൽക്കുലേഷൻസ് ചെയ്യണം. നെക്സ്റ്റ് പവറുകളുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീൽ ചെയ്യണം. അതിനുശേഷം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഉണ്ടെങ്കിൽ ആദ്യം ഡിവിഷൻ ചെയ്യുക, പിന്നീട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ. അതിനൊപ്പം അഡിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് അഡിഷൻ കഴിഞ്ഞ് സബ്ട്രാക്ഷൻ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഓർഡർ. വി ബോഡ്മാസ് എന്ന് പറയും. ഈ ഓപ്പറേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. 4 + 2 × 3. ഇതിൽ 4 + 2-ന് മുകളിൽ ഞാനൊരു ബാർ വരച്ചു, അതായത് വിങ്കുലം. അപ്പോൾ എന്താണ്, ആദ്യം 4 + 2-നെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, വിങ്കുലം സൈൻ വന്നതുകൊണ്ട്. അതിന് ശേഷമേ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4 + 2 × 3, 4 + 2 6 × 3 18 എന്ന് വന്നു. ഇനി ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ 4 + 2 × 3 നമുക്ക് വിങ്കുലം ഇല്ല എങ്കിൽ എങ്ങനെ ചെയ്യും? വി ബോഡ്മാസ് അനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അഡിഷൻ വരിക അല്ലേ. അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ വരുന്ന പോർഷൻ ചെയ്തു. 3 × 2 6, 4 + 6 10. അപ്പോൾ രണ്ടിൻ്റെ ആൻസറിൽ വന്ന ഒരു വ്യത്യാസം കണ്ടോ, 18-ഉം 10-ഉം ആയി. അപ്പം ഓരോ സൈനും ഉള്ളതിനനുസരിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ വിങ്കുലം ഉദ്ദേശിക്കുന്നത് ആ ഒരു പാർട്ടിനെ ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. വിങ്കുലം ഇല്ലാത്ത കേസുകളാണ് കൂടുതലും ഓപ്പറേഷൻസ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. 9 + 90 / 9 - 8. ഇവിടെ ബ്രാക്കറ്റാണ് അല്ലേ ബോഡ്മാസിൽ ആദ്യം വരിക. ബ്രാക്കറ്റ്, ദെൻ ഡിവിഷൻ, ദെൻ അഡിഷൻ, ദെൻ സബ്ട്രാക്ഷൻ. ഇതാണ് ഓർഡർ വരിക. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിലുള്ളതിനെ ഓപ്പറേറ്റ് ചെയ്യാം. 9 + ബ്രാക്കറ്റിൽ 90 / 9 10 - 8. ദെൻ എന്താ, 9 + 10 19 - 8 11 അല്ലേ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു പ്രോബ്ലം നോക്കാം. 10 - 2 × 6 - 3. ഇവിടെ 6 - 3 എന്ന് പറയുന്നത് ബ്രാക്കറ്റിലാണ്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 10 - 2 × 6 - 3 എത്ര വരും? 3. 10 - 2 × 3. ദെൻ 3 × 2 ചെയ്യണം അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 10 - 6 എന്നാവും.
ദെൻ സബ്ട്രാക്ഷൻ 10 - 6 4. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കണം. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെക്ക് ചെയ്യാം. 10⁻³ × 4 + 6 ഡിവൈഡഡ് ബൈ 3 × 2. ഈ പ്രോബ്ലത്തിൽ എന്താണ് നോക്കാം. വി ബോൺ മാസ് നോക്കുമ്പോൾ ബ്രാക്കറ്റ്, ദെൻ ഓർഡർ, ദെൻ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. ഇവിടെ ബ്രാക്കറ്റിൽ 6 + 4, 4 + 6 10. 10⁻³ × 10 ഡിവൈഡഡ് ബൈ 3 × 2. ദെൻ അടുത്തത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഓർഡർ ആണല്ലേ. ഓർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ 10⁻³ പവർ വരുന്നത് 10⁻³ × 10. 10⁻³ × 10 എന്ന് പറയുമ്പോൾ എന്താ? a⁻m × a⁻n. a⁻m + n. ഇവിടെ m 3ഉം n 1ഉം. അതുകൊണ്ട് a⁻m + n ആകുമ്പം 10⁻³ + 1 10⁻⁴. ദെൻ ഡിവൈഡഡ് ബൈ 3 × 2. ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് എന്ത്? മൾട്ടിപ്ലിക്കേഷൻ ബോൺ മാസിൽ. അപ്പോൾ 10⁻⁴ ഡിവൈഡഡ് ബൈ 3 × 2 എന്ന് വരും അല്ലേ. അപ്പോൾ 10⁻⁴/3 എത്രയാണ്? 3333.333 എന്ന് പറഞ്ഞു. × 2 അപ്പോൾ 6666.66. ഇങ്ങനെയാണ് ആൻസർ വരിക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വി ബോൺ മാസ് ആണ്. വിനാക്കുലം, ബ്രാക്കറ്റ്, ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. സെയിം ഓപ്പറേഷൻസ് വന്നാൽ ചെയ്യേണ്ട ഓർഡർ ഇതാണ്.